സാത്ത് മിസാൽ ഹേ മിസൈൽ മാൻ. മിസാൽ എന്ന് പറഞ്ഞ എക്സാമ്പിളാണ് കേട്ടോ. മിസാൽ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചാണ് മിസാൽ എന്താണ്. മിസാൽ മീൻസ് എക്സാമ്പിൾ. മിസാൽ ഹേ മിസൈൽ മാൻ എന്ന് പറഞ്ഞാൽ മിസൈൽ മാൻ നമുക്കൊരു എക്സാമ്പിളാണ്. ഈ ലോകത്തിന് തന്നെ ഒരു എക്സാമ്പിളാണ്, ഒരു ഉദാഹരണമാണ്. മിസാൽ ഉദാഹരണം. ഓക്കെ, ഹം സിഖേങ്കെ. നമ്മൾ ഈ പാഠം പഠിച്ചു കഴിയുമ്പോഴേക്കും നമ്മൾ പഠിക്കണം എന്ത്? കർത്തവ്യബോധം. നമ്മുടെ കർത്തവ്യബോധം, ഉത്തരവാദിത്ത ബോധം നമ്മൾ തിരിച്ചറിയണം. ആദർ, ബഹുമാനം, രാഷ്ട്രഭക്തി. രാഷ്ട്രഭക്തി തന്നെ കേട്ടോ, നമ്മുടെ രാഷ്ട്രത്തോടുള്ള നമ്മുടെ ഭക്തി. വിജ്ഞാൻ, അറിവ്. വിജ്ഞാൻ കെ ചമത്കാർ, അറിവിൻ്റെ മാജിക്. ചമത്കാർ എന്ന് പറഞ്ഞാൽ മാജിക്. വിജ്ഞാൻ കെ ചമത്കാർ എന്ന് പറഞ്ഞാൽ അറിവിൻ്റെ മാജിക്. അനുശാസൻ, ഡിസിപ്ലിൻ, നിയമം. ഇതൊക്കെ നമ്മൾ ഈ പാഠത്തിൽ നിന്ന് പഠിച്ചു കഴിയുമ്പോഴേക്കും പഠിക്കേണ്ടതാണ് കേട്ടോ. ഭാരത് കെ സർവോच्च नागरिक सम्मान भारत रत्न से सम्मानित അബ്ദുൾ പാക്കിർ ജൈനുലാവദീൻ കേട്ടോ. അബ്ദുൾ പാക്കിർ ജൈനുലാവദീൻ അബ്ദുൾ കലാം കോ നഹി ജാൻതാ. ഭാരത് കെ സർവോच्च നാഗരിക സമ്മാൻ, ഭാരതത്തിലെ ഏറ്റവും ഉയർന്ന ബഹുമതി. സമ്മാൻ എന്ന് പറഞ്ഞാൽ ബഹുമതിയാകുന്ന ഭാരത രത്ന കിട്ടിയ ഭാരതത്തിലെ ഏറ്റവും ഉയർന്ന ബഹുമതിയാണ് ഭാരതരത്നം. ആ അവാർഡ് കൊണ്ട്, ഭാരതരത്ന അവാർഡും കൊണ്ട് ബഹുമാനിക്കപ്പെട്ട അബ്ദുൾ പാക്കിർ ജൈനുലാവദീൻ അബ്ദുൾ കലാം എന്ന് പറയുന്ന വ്യക്തിയെ ആരാണ് അറിയില്ലാത്തത്? ആരാണ്? കോൻ നഹി ജാൻതാ, ആരാണ് അറിയാത്തത്? ഉൻകാ ജീവൻ ഹം ഭാരതീയോം കെ ലിയെ ആദർശ് ഹേ. അദ്ദേഹത്തിൻ്റെ ജീവിതം, ഉൻകെ ജീവൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജീവിതം. ഹം ഭാരതീയോം കെ ലിയെ, നമ്മൾ ഭാരതീയർക്ക് ആദർശ് ഹേ, ഒരു ആദർശമാണ്, മാതൃകയാണ്. നമുക്കതിൻ്റെ ഒരു മാതൃകയാണ്. ഓക്കെ, ദേശ് के 11वें राष्ट्रपति बनकर जब वे राष्ट्रपति भवन पहुंचे तो सामान के नाम पर उनके पास केवल 2 सूटकेस थी. അദ്ദേഹം 11ാമത് ഭാരതത്തിൻ്റെ 11ാമത് രാഷ്ട്രപതിയായി രാഷ്ട്രപതി ഭവനിലെത്തുമ്പോൾ സാമാൻ കെ രൂപമേ, സാധനങ്ങളുടെ രൂപത്തിൽ ആകപ്പാടെ അദ്ദേഹത്തിൻ്റെ കൈവശം ഉണ്ടായിരുന്നത് 2 സൂട്ട്കേസ് മാത്രമായിരുന്നു. മനസ്സിലായോ നിങ്ങൾക്ക്? ഈ ഭാരതത്തിൻ്റെ ഏറ്റവും സർവോच्च ഉയർന്ന ബഹുമതിയായ ഭാരതരത്ന അവാർഡ് ഒക്കെ കൊണ്ട് സമ്മാനിക്കപ്പെട്ട നമ്മുടെ 11ാമത്തെ രാഷ്ട്രപതിയായി അദ്ദേഹം രാഷ്ട്രപതി ഭവനിലെത്തിയപ്പോൾ സാധനങ്ങളുടെ രൂപത്തിൽ ആകപ്പാടെ കേവലം 2 സൂട്ട്കേസേ ഉണ്ടായിരുന്നുള്ളൂ. മനസ്സിലായി നിങ്ങൾക്ക്? 2015 ജബ് അദ്ദേഹം സൻസാർക്കോ, ഈ ലോകത്തോട് അൽവിദ എന്ന് പറഞ്ഞാൽ ഗുഡ് ബൈ പറയുക എന്നാണ്. യാത്ര പറഞ്ഞു പോകുമ്പോഴും ഈ ലോകത്തിൽ നിന്ന് യാത്ര പറഞ്ഞു പോവുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം നാട് നീങ്ങുക എന്ന് തന്നെയാണ് അർത്ഥം. കഹ തബ് ഭി ഉൻകെ സാമാൻ 2 ही सूटकेस में था. അദ്ദേഹം 2015 ഈ ലോകത്തോട് അൽവിദ പറഞ്ഞു, ഗുഡ് ബൈ പറഞ്ഞു പോകുമ്പോഴും അദ്ദേഹത്തിൻ്റെ കൈകളിൽ ആകപ്പാടെ സാധനങ്ങളുടെ രൂപത്തിൽ 2 സൂട്ട്കേസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഐസെ ത്യാഗി, അത്രയും ത്യാഗിയായ സച്ചരിത്ര, നല്ല ചരിത്രമുള്ള, ഗുഡ് ഹിസ്റ്ററിയുള്ള ദിവ്യാത്മാവായ സദാചാരി എന്ന് പറഞ്ഞാൽ നല്ല മാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന വ്യക്തികൾക്കാണ് സദാചാരി എന്ന് പറയുക. പുരുഷൻ ധരത്തി പർ വിരലേഹി ഹോത്തേ ഹേ, ഈ ഭൂമിയിൽ വളരെ വിരളമാണ്. അത്തരം നല്ല ചരിത്രമുള്ള ഒരാൾ ഈ ഭൂമിയിൽ വളരെയധികം വിരളമാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നുകൂടെ വായിച്ചു തരാം, ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഭാരത് കെ സർവോच्च നാഗരിക സമ്മാൻ भारत रत्न से सम्मानित अब्दुल पाकिर जैनुलावदीन
अब्दुल कलाम को कौन नहीं जानता। उनका जीवन हम भारतवासियों के लिए आदर्श है। देश के 11वें राष्ट्रपति बनकर जब वे राष्ट्रपति भवन पहुंचे तो सामान के नाम पर उनके पास केवल 2 सूटकेस थे। 27 जुलाई 215 को जब संसार को अलविदा कहा तब भी उनके सामान 2 ही सूटकेस में थे। ऐसे त्यागी, सच्चरित्र, दिव्यात्मा, सदाचारी पुरुष धरती पर विरले ही होते हैं. മനസ്സിലായി നിങ്ങൾക്ക്? അത്ര മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഇനി बहुत कठिन परिस्थितियों में अत्यधिक ऊंचाई पर पहुंचना कैसे संभव हुआ? बहुत കഠിൻ പരിസ്ഥിതിയും വളരെ ഹാർഷായ സിറ്റുവേഷനായിരുന്നു അദ്ദേഹത്തിന്. വളരെ ബുദ്ധിമുട്ടേറിയ, വളരെ വിഷമം പിടിച്ച കഠിനമായ പരിസ്ഥിതികളിലൂടെ അത്യധിക ഊഞ്ചായി, ഏറ്റവും അധികം ഉയർന്ന നിലയിൽ എത്താൻ कैसे संभव എത്തുക എന്നത് എങ്ങനെയാണ് സംഭവമാവുക? कहा समाचार पत्र वितरण का कार्य और कहा रोहिणी उपग्रह को पृथ्वी की कक्षा के निकट स्थापित करना और कहा देश का सर्वोत्तम पद पर राष्ट्रपति होकर पहुंचना सब कुछ आश्चर्य सा लगता है पर सच है. വളരെ അധികമായ കഠിനമായ പരിസ്ഥിതിയിലൂടെ അദ്ദേഹം ഏറ്റവും ഒരുപാട് ഉയർന്ന സ്ഥാനത്ത് എത്തിച്ചേർന്നു. അത് സംഭവമാവുക എന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. ഉണ്ണാനും ഉടുക്കാനും ഇല്ലാതിരുന്ന വിഷമിക്കുന്ന ഒരു സ്ഥിതിയിൽ നിന്നും അദ്ദേഹം പഠിച്ചുയർന്ന് വളരെ ഏറ്റവും ഉയരത്തിൽ എത്തിച്ചേരുക എന്നത് ഒരു കൈസ സംഭവി. അതെങ്ങനെ സംഭവ്യമാക്കി തീർക്കാൻ പറ്റും? कहा समाचार पत्र वितरण का कार्य അദ്ദേഹം സമാചാർ പത്രം എന്ന് പറഞ്ഞാൽ ന്യൂസ് പേപ്പർ വിതരണം വരെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ന്യൂസ് പേപ്പർ വിതരണം കൂടി അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അവർ കഹാം രോഹിണി ഉപഗ്രഹക്കോ അദ്ദേഹം രോഹിണി ഉപഗ്രഹത്തെ പൃഥ്വിക്ക് കക്ഷാക്കെ നിക്കട്ട് അവർ कहा रोहिणी उपग्रह को पृथ्वी की कक्षा के निकट स्थापित करना. कहा देश का सर्वोत्तम पद पर राष्ट्रपति होकर पहुंचना सब कुछ आदर्श सा लगता है पर सच है. ന്യൂസ് പേപ്പർ വിതരണം തൊട്ട് രോഹിണി ഉപഗ്രഹത്തെ ഭൂമിക്ക് കക്ഷ എന്ന് പറഞ്ഞാൽ ദ ഓർബിറ്റ് ഓഫ് ദി എർത്ത്. ദ ഓർബിറ്റ് എന്താണ് നിങ്ങൾക്ക് അറിയാമല്ലോ. ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ ദ പാത്ത് ഓഫ് ദി പ്ലാനറ്റ്സ് അല്ലേ. ദ പാത്ത് ഓഫ് ദ പ്ലാനറ്റ് ഈസ് കോൾഡ് ഓർബിറ്റ്. നമ്മുടെ പ്ലാനറ്റ്സ്, ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്ന ആ പാത്തിന് പറയുന്ന പേരാണ് ഓർബിറ്റ്. അങ്ങനെ ഭൂമിയുടെ ഓർബിറ്റ് ഭ്രമണപഥത്തിൽ വരെ രോഹിണി ഉപഗ്രഹക്കോ പൃഥ്വിക്ക് കക്ഷയ്ക്ക് നിക്കട്ട് സ്ഥാപിത് കർണ. രോഹിണി ഉപഗ്രഹത്തെ ഭൂമിയുടെ ഓർബിറ്റിനടുത്തായിട്ട്, ഭ്രമണപഥത്തിനടുത്തായിട്ട് സ്ഥാപിക്കുക. അവർ ദേശിക്ക് സർവോത്തം 10 പേർ ദേശത്തിൻ്റെ ഏറ്റവും ഉയർന്ന നിലയായ, ഏറ്റവും ഉയർന്ന സ്ഥാനമായ രാഷ്ട്രപതി ഹോക്കർ സബ് കുച്ച് ആശ്ചര്യ ലഗ്താ ഹെ. രാഷ്ട്രപതിയായി തീരുക എന്നത് വളരെ ആശ്ചര്യമായി തോന്നുന്നു. പർ സച്ച് ഹെ, എന്നാൽ സത്യമാണ്. പർ സച്ച് ഹെ. അദ്ദേഹം ഒരു ന്യൂസ് പേപ്പർ വിതരണക്കാരനായിരുന്നു. അങ്ങനെ പോലും അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ നിലയിൽ അദ്ദേഹം പഠിച്ചുയർന്ന് അവസാനം രോഹിണി ഉപഗ്രഹത്തെ ഭൂമിയുടെ ഭ്രമണപഥത്തിനടുത്തായിട്ട് സ്ഥാപിക്കുക. അതിനുശേഷം ആ രാഷ്ട്രത്തിൻ്റെ, അതായത് ഇന്ത്യയുടെ ദേശിക സർവോത്തം 10 പേർ രാഷ്ട്രപതി ഹോക്കർ, ദേശത്തിൻ്റെ ഏറ്റവും ഉയർന്ന നിലയായ രാഷ്ട്രപതി ഹോക്കർ, ഏറ്റവും ഉയർന്ന സ്ഥാനമായ രാഷ്ട്രപതിയായി രാഷ്ട്രപതി ഭവനിൽ എത്തിച്ചേരുക. സബ് കുച്ച് ആശ്ചര്യ സാ ലഗ്താ ഹെ, എല്ലാം ആശ്ചര്യമായി തോന്നുന്നു. പർ സച്ച് ഹെ, എന്നാൽ സത്യമാണ്. ഡോക്ടർ കലാം की अध्यक्षता में भारत की परमाणु हथियार का निर्माण
की क्षमതാ പ്രാപ്തി ഹി. ഡോക്ടർ അബ്ദുൾ കലാമിൻ്റെ അധ്യക്ഷതയിൽ ഭാരതത്തിൽ പരമാണു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആറ്റം ബോംബ് നിർമ്മാണം അല്ലേ, എല്ലാ രാഷ്ട്രത്തിനുമുണ്ട്, ഇന്ത്യക്ക് മാത്രമില്ലാതെ വന്നാൽ പ്രശ്നമാണ് അല്ലേ. ആ ആറ്റം ബോംബ് നിർമ്മാണത്തിന് അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിലാണ് അത് നടത്തിയത്. ആറ്റം ബോംബ് നിർമ്മാണം അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിലാണ് നടന്നിട്ടുള്ളത്. കെ നിർമ്മാൺ ക ക്ഷമത പ്രാപ്തി ഹി. ആറ്റം ബോംബ് ഉണ്ടാക്കാനുള്ള കഴിവ് നമുക്കുണ്ടായത് ഡോക്ടർ അബ്ദുൾ കലാമിൻ്റെ അധ്യക്ഷതയിലായിരുന്നു. 2020 तक भारत को विज्ञान के क्षेत्र में अत्याधुनिक करने की विशिष्ट सोच भी उनकी थी. 2020 വരെ ഭാരതത്തിലുള്ള വിജ്ഞാൻ കെ ക്ഷേത്രമേ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ അത്യാധുനികകരമായി ഏറ്റവും ആധുനികമായി ചെയ്യാനുള്ള എല്ലാ പ്രോജക്റ്റും അദ്ദേഹം തയ്യാറാക്കി വെച്ചിരുന്നു. കർണയ്ക്ക് വിശിഷ്ട സോചയെ അദ്ദേഹം ചിന്തിച്ച് തയ്യാറാക്കി വെച്ചിരുന്നു. എനിക്ക് ഇദ്ദേഹത്തിൻ്റെതാണ്. ഇനി ഇസ്ലിയെ മിസൈൽ മാൻ കഹത്തെ ഹെ, അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ മിസൈൽ മാൻ എന്ന് വിളിക്കുന്നത്. നോക്കിക്കേ, സയൻറ്റിഫിക് ആയിട്ടുള്ള അത്യാധുനികമായ എല്ലാ കാര്യവും 2020 വരെ ചെയ്യേണ്ട കാര്യങ്ങളുടെ പ്രോജക്റ്റ് മുഴുവനും അദ്ദേഹം തയ്യാറാക്കി വച്ചിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കുക, അദ്ദേഹത്തിൻ്റെ ബുദ്ധി എത്ര ഭയങ്കരമായിരുന്നു എന്ന് ചിന്തിക്കുക. ഇനി ഇസ്ലിയെ മിസൈൽ മാൻ കഹത്തെ ഹെ, അതുകൊണ്ടാണ് അദ്ദേഹത്തെ മിസൈൽ മാൻ എന്ന് വിളിക്കുന്നത്. ഉൻകി സഫലത ഔർ സാധകി ഉൻകെ ശബ്ദമേ, അദ്ദേഹത്തിൻ്റെ സഫലത സക്സസ് ആണ്. സാധകി വളരെ സിമ്പിളായിട്ടുള്ള ആ കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ സക്സസ്, അദ്ദേഹത്തിൻ്റെ വിജയരഹസ്യവും അദ്ദേഹത്തിൻ്റെ സിമ്പിൾനെസ്സും അദ്ദേഹത്തിൻ്റെ അതിൻ്റെ വാക്കുകളിലൂടെ നമുക്ക് കേൾക്കാം. मैं सफलता का सर्वप्रथम श्रेय अपनी माँ को देता हूँ. ഞാൻ എൻ്റെ എല്ലാ സക്സസ്ഫുളിൻ്റെ, എൻ്റെ ആ വിജയത്തിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ശ്രേയ, എല്ലാ ബഹുമതിയും അപ്പനി മാക്കോ ദേത്തി, ഞാൻ എൻ്റെ അമ്മയ്ക്കാണ് കൊടുക്കുന്നത്. മാ മേ അപ്പനെ ബച്ചപ്പൻ കെ ദിൻ നാഖി ഫൂൽ സക്ത, ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് കാര്യങ്ങളൊന്നും എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. മേരെ ബച്ചപ്പൻ കോ നിഖാർനെ മേ മേരി മാ കാ വിശേഷ യോഗദാൻ ഹേ, എൻ്റെ ചെറുപ്പകാലം ഒന്ന് കഴിഞ്ഞു കിട്ടാൻ വേണ്ടി, ആ ചെറുപ്പകാലത്തും ഒന്ന് കടന്നു പോകാൻ എൻ്റെ അമ്മയ്ക്ക് ഒരു വിശേഷപ്പെട്ട യോഗദാനമുണ്ട്, പങ്കുണ്ട്. ഉന്നെ മുച്ചേ അച്ഛേ ബൊറേക്കോ സംജാനേക്ക് കോശിഷ് ദി, അദ്ദേഹം ഞങ്ങൾക്ക് നല്ലതും ചീത്തയും പറഞ്ഞു തരാൻ വേണ്ടി പരിശ്രമിച്ചു. എൻ്റെ അമ്മ ഞങ്ങൾക്ക് നന്മയും തിന്മയും പറഞ്ഞു തരാൻ വേണ്ടി കഷ്ടപ്പെട്ടു. ഇന്ന് കുട്ടികൾക്ക് എത്ര നന്മയും തിന്മയും പറഞ്ഞു തന്നാലും നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ല. പക്ഷേ അബ്ദുൾ കലാമിനെ ഓർത്തു നോക്കുക, അദ്ദേഹം തൻ്റെ അമ്മ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം കൃത്യതയോടെ ഓർക്കുന്നു. അദ്ദേഹത്തിൻ്റെ വിജയത്തിൻ്റെ എല്ലാ ക്രെഡിറ്റും തൻ്റെ അമ്മയ്ക്കാണ് അദ്ദേഹം കൊടുക്കുന്നത്. मैं जब अंक बांट कर वापस आता तो माँ के हाथों का नाश्ता तैयार मिलता. ഞാൻ അങ്കബാർ ന്യൂസ് പേപ്പർ വിതരണമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും അമ്മയുടെ കൈ കൊണ്ടുണ്ടാക്കിയ നാസ്ത മീൻസ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ, തയ്യാറാക്കി ഇരിപ്പുണ്ടാവും, അതെനിക്ക് കിട്ടും. അമ്മയുണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് തരും. पढ़ाई के प्रति मेरे रुझान को देखते हुए मेरी माँ ने छोटा सा ലൈംബ് കരുതാ था. പഠിക്കുവാനുള്ള എൻ്റെ ഇഷ്ടം എൻ്റെ കഴിവ് കണ്ടപ്പോൾ അമ്മ, പഠായിക്ക് പ്രതി മേരെ രുചാൻ എന്ന് പറഞ്ഞാൽ രുചി, ഇഷ്ടം, കഴിവ്, ദേഖ്തേ ഹുയെ അത് കണ്ടു കഴിഞ്ഞ് മേരി മാനെ എൻ്റെ അമ്മ ചോട്ടാസ ലാമ്പ് ഒരു കൊച്ചു ലാമ്പ് മേടിച്ച് തന്നു. ജിസുസേമേ, അന്നത്തെ കാലത്ത് കറണ്ടൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ് കേട്ടോ, കറണ്ടുള്ള സമയമൊന്നും ആയിരിക്കില്ല, പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ. രാത് 11 ബജെ തക്ക് പട് സക്താ ഥ, ആ ലാമ്പ് ഉപയോഗിച്ച് രാത്രി
11 മണി വരെ പഠിക്കുവാൻ കഴിയുമായിരുന്നു. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ശ്രദ്ധിക്കുക. അബ്ദുൽ കലാം രാഷ്ട്രപതി ആയി നമ്മുടെ രാഷ്ട്രപതിയായ വ്യക്തിയാണ് മിസൈൽ മാൻ. അദ്ദേഹത്തിന് സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിലെല്ലാം ഒരു ശാസ്ത്രജ്ഞനായിരുന്നു, കഴിവുറ്റ ഒരു ശാസ്ത്രജ്ഞനായിരുന്നു അദ്ദേഹം. ഈ എല്ലാം ഗുണങ്ങളുള്ള അദ്ദേഹം ഇത്ര ഉയർന്ന നിലയിലെത്തിയ ആ വ്യക്തി അദ്ദേഹം പറയുകയാണ് തൻ്റെ ചെറുപ്പകാലത്തിലെ കഷ്ടപ്പാടിനെ കുറിച്ച്. രാത്രിയിൽ ഒരു കൊച്ചു ലാമ്പ് വെച്ച് അദ്ദേഹം രാത്രി 11 മണി വരെ ഇരുന്ന് പഠിക്കുമായിരുന്നു എന്ന്. അമ്മ വാങ്ങിച്ചു കൊടുത്ത ഒരു കൊച്ചു ലാമ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്തെല്ലാം സൗകര്യങ്ങളുണ്ട് പഠിക്കാൻ വേണ്ടി. എന്നിട്ട് നിങ്ങൾ പഠിക്കാതെ നിങ്ങളുടെ സമയം വ്യർത്ഥമാക്കുന്നുവെങ്കിൽ നോക്കിക്കോ, ഇന്ന് ഓരോ കാര്യങ്ങളിലും എടുത്തു നോക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് പേര് ഒരുപാട് ഗുണങ്ങളുള്ള വ്യക്തികളാണ്. നാളെ ഒരു പക്ഷേ പല രീതിയിലും ഈ രാഷ്ട്രത്തെ അല്ലെങ്കിൽ ലോകത്തെ സഹായിക്കേണ്ട വ്യക്തികളാണ് നിങ്ങൾ. നിങ്ങളുടെ പഠിത്തത്തെ തകർക്കാൻ വേണ്ടി, അതൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി, നിങ്ങൾ ഉയർന്ന നിലയിലെത്താതിരിക്കാൻ വേണ്ടിയിട്ട് പല ചാനലുകാരും പല രീതിയിലും പറയുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യും. പക്ഷെ നിങ്ങൾ അതൊന്നും ശ്രദ്ധിക്കരുത്. കാരണം നിങ്ങളാണ് നാളെ ഒരു വലിയൊരു ശാസ്ത്രജ്ഞനാകേണ്ടവനായിരിക്കാം. ക്യാൻസർ പോലെയുള്ള ഭീകരമായ രോഗങ്ങൾക്ക് മരുന്ന് കണ്ടുപിടിക്കേണ്ട ഡോക്ടർമാരുണ്ടാവാം നിങ്ങളിൽ. ഇനിയും ഐസക് ന്യൂട്ടനെ പോലെയും തോമസ് ആൽവ എഡിസനെ പോലെയും ഈ മിസൈൽ മാൻ അബ്ദുൽ കലാമിനെ പോലെയും ഒക്കെ വളരെ വളരെ ഉയർന്ന നിലയിലെത്തേണ്ട വ്യക്തികളാണ് നിങ്ങൾ. നിങ്ങളുടെ പഠിത്തത്തെ തടസ്സപ്പെടുത്തുന്ന ഒരു കാര്യവും നിങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് പോകരുത്. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളോട് പറയാണ്, നിങ്ങളായിരിക്കും നാളത്തെ ഈ ഭൂമിയെ നയിക്കേണ്ട മക്കൾ. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന കാര്യമാണ്. ഇനിയും വളരെ വളരെ കണ്ടുപിടുത്തങ്ങൾക്ക് നടത്തേണ്ടവരാണ് നിങ്ങൾ. ഈ ഭൂമിയിൽ ഇനിയും ഒരുപാട് രോഗങ്ങൾക്ക് മരുന്ന് കണ്ടുപിടിക്കേണ്ടതുണ്ട്. അതെല്ലാം ചെയ്യേണ്ട നിങ്ങളുടെ കഴിവുകളെ തടസ്സപ്പെടുത്തുന്ന, നിങ്ങളുടെ ഉയർച്ചയെ തടസ്സപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങൾ, തിന്മയുടെ കാര്യങ്ങൾ ഇന്ന് നിലനിന്ന് വരുന്നു. ഇതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കാൻ പോകരുത്. നിങ്ങൾക്ക് ഈ ഭൂമിയുടെ, ഈ ലോകത്തിലെ ഏറ്റവും ഉയർന്ന നിലയിലെത്തണം. ഇനിയും ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നിങ്ങൾ നടത്തേണ്ടിയിരിക്കുന്നു. ഓക്കെ, ഈ രാഷ്ട്രത്തിന് സേവനം ചെയ്യേണ്ടവരാണ് നിങ്ങൾ. നിങ്ങളിൽ തെറ്റായ ധാരണകളും ചിന്താഗതികളും വെച്ച് പുലർത്തി തരുവാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ പരിശ്രമിക്കുന്നുണ്ട്. അവരുടെ താൽക്കാലിക ലാഭത്തിന് വേണ്ടി കുഞ്ഞുങ്ങളുടെ ജീവൻ നശിപ്പിക്കുന്ന ഒരുപാട് ചാനലുകൾ. അങ്ങനെയുള്ള ഒരു കാര്യങ്ങളെ നിങ്ങൾ നോക്കാനായിട്ട് പോകരുതേ. അപ്പോൾ ഈ ഭൂമിയെ നയിക്കേണ്ടവരായ നിങ്ങളിലെ കഴിവുകൾ നന്മയ്ക്ക് വേണ്ടി തന്നെ നിങ്ങൾ വിനിയോഗിക്കുക. തിന്മയുടെ ഉദാഹരണങ്ങളായവരുമായി സമ്പർക്കപ്പെടാതിരിക്കുക. എല്ലാം നന്മയ്ക്ക് വേണ്ടി മാത്രം സംഭവിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. മാനെ അഗർ സാത്ത് ന ദിയ ഹോത്താ തോ മേ യഹാം തക് ന പहुंचता. അമ്മ എൻ്റെ കൂടെ നിന്നിരുന്നില്ല എങ്കിൽ, മാ അഗർ സാത്ത് ന ദിയാത്തോ, എൻ്റെ അമ്മ എൻ്റെ കൂടെ നിന്നിരുന്നില്ല എങ്കിൽ, മേ യഹാം തക് ന പहुंचता, ഞാൻ ഇവിടെ വരെ എത്തുമായിരുന്നില്ല. അബ്ദുൽ കലാം പറയുകയാണ്, എൻ്റെ അമ്മ എൻ്റെ കൂടെ നിന്നില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും ഇവിടം വരെ എത്തുമായിരുന്നില്ല. ജന്മദായിനി മാ കെ പ്രതി പ്രകട് ഇൻ വിചാരോ മേ ഉൻകി സരളത ജൽത്തി ഹേ. ജന്മം തന്ന ജന്മദായിനിയായ അമ്മയെ പ്രതിയുള്ള അദ്ദേഹത്തിൻ്റെ ഈ വിചാരം, ഈ സങ്കല്പം, ഈ ചിന്ത, അദ്ദേഹത്തിൻ്റെ സരളത, സിമ്പിൾനെസ് വ്യക്തമാക്കുന്നു. ഉൻകി ഉപലബ്ധിയോംനെ उन्हें अंतर्राष्ट्रीय वैज्ञानिक जन्मदायिनी माँ के प्रति प्रकट इन विचारों में उनकी सरलता झलकती है. ജന്മം തന്ന ജന്മദായിനിയായ അമ്മയെ പ്രതിയുള്ള അദ്ദേഹത്തിൻ്റെ ഈ വിചാരം, ഈ സങ്കല്പം, ഈ ചിന്ത, അദ്ദേഹത്തിൻ്റെ സരളത, സിമ്പിൾനെസ് വ്യക്തമാക്കുന്നു. ഉൻകി ഉപലബ്ധിയോംനെ उन्हें अंतर्राष्ट्रीय वैज्ञानिक निरंतर सफलता की सीढ़ियों पर चढ़ते चढ़ते അസഫലതായും भी झेलनी पड़ती है. നിരന്തരമായിട്ട്, അതായത് വിജയത്തിൻ്റെ പടികളിലൂടെ നടന്ന്, CD എന്ന് പറഞ്ഞാൽ പടികൾ കേട്ടോ, സ്റ്റെപ്പിലൂടെ ഇങ്ങനെ നടന്ന് ഏറ്റവും ഉന്നതിയിലെത്തിക്കഴിയുമ്പോഴേക്കും നമുക്ക് അസഫലതയും ഫെയിലിയറും പരാജയവും നമുക്ക് ഏൽക്കേണ്ടി വരും. क्या आप हमें अपने വ്യക്തിഗത ജീവൻ സെ കോയി ഉദാഹരണം ദേ സക്തേ ഹേ. ഇങ്ങനെ ഈ ഒരു കാര്യത്തിൽ താങ്കൾക്ക് താങ്കളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഉദാഹരണം ഞങ്ങൾക്ക് തരാൻ കഴിയുമോ എന്ന് ഒരു പത്രകാരൻ നമ്മുടെ അബ്ദുൽ കലാമിനോട് ചോദിച്ചു. कि
ഹാർക്കോ കിസ് തരക സ്വീകാർ കർണ ചായേ, ഞങ്ങൾക്ക് പരാജയം എങ്ങനെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടതെന്ന് അദ്ദേഹത്തിന് താങ്കൾക്ക് പറയാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ഉദാഹരണമുണ്ടോ എന്ന് ഒരു പത്രക്കാരൻ ഒരിക്കൽ നമ്മുടെ അബ്ദുൽ കലാമിനോട് ചോദിച്ചു. ഏക് അച്ഛ നേതാ ഹാർക്കോ കിസ് തരക സ്വീകാർ കർത്താഹെ, ഒരു നല്ല നേതാവ് തോൽവിയെ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത് എന്ന് പറഞ്ഞു തരാമോ എന്ന് അബ്ദുൽ കലാമിനോട് ഒരിക്കലൊരു പത്രക്കാരൻ ചോദിച്ചു. ഡോക്ടർ അബ്ദുൽ കലാമിനെ അപ്പനെ അസഫലത ഹോനയ്ക്ക് ഘട്ടന സ്വയം സുനായി. ഡോക്ടർ അബ്ദുൽ കലാം തൻ്റെ ഫെയിലർ, തൻ്റെ തോൽവി അദ്ദേഹം പറഞ്ഞ് കേൾപ്പിച്ചു. മേ അപ്പന അനുഭവ സുനാത്താഹും, എൻ്റെ അനുഭവം ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നു. മുശേ 1973 SLB3 को लॉन्च करने का निर्देश बनाया. 1973 SLB എന്ന ഉപഗ്രഹം ലോഞ്ച് കർണേക്ക് എന്ന് പറഞ്ഞാൽ വിക്ഷേപിക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം എനിക്ക് കിട്ടിയിരുന്നു. 1980 तक रोहन उपग्रह को अंतरिक्ष में भेजना हमारा लक्ष्य था. 1980 വരെ രോഹിണി ഉപഗ്രഹത്തെ അന്തരീക്ഷത്തിലെത്തിക്കുക എന്നത് ഞങ്ങളുടെ ഒരു പ്ലാനായിരുന്നു, യോജനയായിരുന്നു, അത് ഞങ്ങളുടെ ലക്ഷ്യമായിരുന്നു. ഹമാരെ പാസ് അച്ഛ ബജറ്റ് ഔർ ജനശക്തി ഉപലംബത്തെ, ഞങ്ങൾക്കൊരു നല്ല ബഡ്ജറ്റ് ഉണ്ടായിരുന്നു, പോരാത്തതിന് ജനശക്തിയും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. 1979 में अगस्त के महीने में हम पूरी तरह से तैयार थे. 1979 ആഗസ്റ്റ് മാസത്തിൽ ഞങ്ങൾ എല്ലാ വിധത്തിലും തയ്യാറായി കഴിഞ്ഞു റോക്കറ്റ് വിക്ഷേപണത്തിന് വേണ്ടിയിട്ട്. ലോഞ്ച് का बटन दबाने से पहले, അതായത് റോക്കറ്റ് വിക്ഷേപണത്തിൻ്റെ അവസാന ബട്ടൺ അമർത്തുന്നതിന് മുമ്പ് കമ്പ്യൂട്ടർ से जरूरी चीज़ों की सूची जांचने लगा. കമ്പ്യൂട്ടറിൽ അത്യാവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ടെസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. താക്കി കോയി കമി നാ രഹ ജായേ, കാരണം ഇത് കമ്പ്യൂട്ടറിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ലോഞ്ച് ചെയ്യാൻ, അതായത് വിക്ഷേപണത്തിന് വേണ്ടി റോക്കറ്റ് വിക്ഷേപിക്കുന്നതിന് എന്തെങ്കിലും കുഴപ്പങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്നറിയാൻ വേണ്ടി അവസാന വട്ടം ഒരു ടെസ്റ്റ് നടത്താൻ വേണ്ടിയിട്ട് ഞാൻ തയ്യാറായി. ലേക്കിൻ മേരെ താക്കി കോയി കമി നാ രഹ, ഒരു കുറവും ഉണ്ടാവാൻ പാടില്ല. जाए कंप्यूटर അനുസരിച്ച് कुछ चीज़ों की आवश्यकता के अनुसार सही സ്ഥിതി पर नहीं था. കമ്പ്യൂട്ടർ പറയുന്നതനുസരിച്ച് കുറച്ച് കാര്യങ്ങൾ ശരിയായ സ്ഥിതിയിലായിരുന്നില്ല. ലേക്കിൻ മേരെ साथ के कुछ वैज्ञानिकों ने विश्वास दिलाया, എന്നാൽ എൻ്റെ കൂടെയുള്ള കുറച്ച് ശാസ്ത്രജ്ഞന്മാർ എന്നെ വിശ്വസിപ്പിച്ചു, എനിക്ക് പറഞ്ഞു തന്നു കി സബ് ടീക്ക് ഹേ, ഒരു കുഴപ്പമില്ല, റോക്കറ്റ് വിക്ഷേപിച്ചു കൊള്ളുക, ഒരു പ്രശ്നവുമില്ല എന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് ശാസ്ത്രജ്ഞന്മാർ എനിക്ക് വാക്കു തന്നു, ഒരു പ്രശ്നവുമില്ല, എല്ലാം ശരിയായിട്ടാണ് നിൽക്കുന്നത്, ഒരു കുഴപ്പമില്ല എന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ശാസ്ത്രജ്ഞന്മാർ എനിക്ക് ഉറപ്പ് പറഞ്ഞു. കോയി ഗലത്തി നഹി ഹുയി, ഒരു കുഴപ്പമില്ല, തെറ്റുകളൊന്നും വന്നിട്ടില്ല, എല്ലാം ശരിയായിട്ട് എല്ലാം കൃത്യമായിട്ടുള്ള പ്ലേസ് തന്നെയുണ്ട്, ഒരു പ്രശ്നവുമില്ല. തബ് മേനെ कंप्यूटर के निर्देश को अनदेखा करके റോക്കറ്റ് ലോഞ്ച് കർ ദിയ, ഞാൻ കമ്പ്യൂട്ടർ എന്നോട് പറഞ്ഞ നിർദ്ദേശങ്ങൾ വകവയ്ക്കാതെ നോക്കാതെ ഞാൻ റോക്കറ്റ് വിക്ഷേപിച്ചു. പഹലി സ്റ്റേജ് പർ സബ് ടീക്ക് രഹ, ആദ്യത്തെ സ്റ്റേജിലെല്ലാം ശരിയായിട്ട് തന്നെ പോയി. പർ ദൂസരി സ്റ്റേജ് പർ തക്ക് പहुँचते ഗഡബഡ് ഹോഗെ, രണ്ടാം സ്റ്റേജിലേക്ക് എത്തിയപ്പോഴേക്കും പതുക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ട് തുടങ്ങി. റോക്കറ്റ് അന്തരീക്ഷമേ ജാനെ കെ വജഹ ബംഗാൾ കി ഘാട്ടി മേ ജാഖിര, അങ്ങനെ അന്തരീക്ഷത്തിലേക്ക് പോകുന്നതിന് പകരം ആ റോക്കറ്റ് ബംഗാൾ കി ഘാട്ടിമേ, ബംഗാൾ ഉൾക്കടലിലേക്ക് ചെന്ന് വീണു. യഹ് ബഹുത്ത് ബഡി അസഫലത ഥി, അതെൻ്റെ ഏറ്റവും വലിയ എൻ്റെ തോൽവിയായിരുന്നു, എൻ്റെ പരാജയമായിരുന്നു.
प्रोफेसर सतीश धवन जो संस्था के प्रमुख हेഡ് थे പ്രൊഫസർ സതീഷ് ധവൻ ആയിരുന്നു അവരുടെ ആ ഗ്രൂപ്പിൻ്റെ ഏറ്റവും ഉയർന്ന ആൾ പ്രമുഖ ഹെഡ് ഉൻഹോനെ മിഷൻ की असफलता की ജിമ്മേദാരി ലി അദ്ദേഹം തന്നെ സ്വയം ആ അസഫലതയായ ആ തോൽവിയുടെ കാരണം തോൽവി തൻ്റെ ഉത്തരവാദിത്തത്തിലേക്ക് അദ്ദേഹം ഏറ്റെടുത്തു और प्रेस कॉन्फ्रेंस में कहा प्रेस कॉन्फ्रेंसिൽ അദ്ദേഹം പറഞ്ഞു कि हमें कुछ और तकनीकी ഉപായവും की जरूरत थी നമുക്ക് കുറച്ച് സയൻറ്റിഫിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് ആവശ്യമുണ്ട് അഗലെ സാൽ തക്ക് ഈ കാര്യം സമ്പന്ന ഹോ ജായെങ്കിൽ അടുത്ത വർഷം വരെ ഈ കാര്യം വളരെ ഭംഗിയായിട്ട് നടക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു അഗലെ സാൽ ജൂലൈ 1980 में दोबारा कोशिश की അടുത്ത വർഷം 1980 दोबारा വീണ്ടും കോശിഷ് की വീണ്ടും പരിശ്രമിച്ചു इस बार हम सफल हुई ഈ പ്രാവശ്യം ഞങ്ങൾ സക്സസ്ഫുള്ളായി पूरा देश गर्व महसूस कर रहा था രാജ്യം മുഴുവനും അഭിമാനിച്ച നിമിഷങ്ങളായിരുന്നു അത് രാജ്യത്തിന് അഭിമാനമായിരുന്നു इस बार भी प्रेस कॉन्फ्रेंस बुलाई गई ഈ പ്രാവശ്യവും പ്രസ് കോൺഫറൻസ് വിളിച്ചു प्रोफेसर धवन ने मुझे एक तरफ बुलाकर कहा प्रोफेसर धवन ने ഒരു സൈഡിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു इस बार तुम प्रेस कॉन्फ्रेंस में हिस्सा लो ഈ പ്രാവശ്യം നീയാണ് പ്രസ് കോൺഫറൻസിൽ ഭാഗമാകേണ്ടത് പങ്കെടുക്കുക പ്രസ് കോൺഫറൻസിൽ പങ്കെടുക്കുക उस दिन मैंने एक बहुत सी जरूरी बात सीखी उस दिन ആ ദിവസം ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കി कि जब असफलता आती है तो एक नेता उनकी पूरी जिम्मेदारी लेते हैं ഒരു നേതാവ് അസഫലത ഫെയിലാകുമ്പോൾ അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം അതിൻ്റെ നേതാവ് എടുക്കുന്നു പൂരി ജിമ്മേദാരി लेते हैं ഉത്തരവാദിത്വം മുഴുവനും സ്വീകരിക്കുന്നു और जब सफलता मिलती है तो എന്നാൽ സഫലമാകുമ്പോൾ तो वे अपने സാത്യോം को साथ बांट देता है എന്നാൽ സക്സസ്ഫുൾ ആകുമ്പോൾ വിജയം വരുമ്പോൾ അദ്ദേഹം തൻ്റെ കൂടെയുള്ളവർക്കും കൂടി അത് പങ്കിട്ട് കൊടുക്കുന്നു അദ്ദേഹം പറഞ്ഞു കേട്ടോ ഒരു നേതാവ് എങ്ങനെയായിരിക്കണമെന്നാണ് ഡോക്ടർ അബ്ദുൽ കലാം നമ്മളോട് പറയുന്നത് ഒരു നേതാവ് അങ്ങനെയായിരിക്കണം സഫലത ഫെയിലർ ഉണ്ടാകുമ്പോൾ തോൽവി ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം മുഴുവനും ആരെടുക്കും ആ സഖ്യത്തിൻ്റെ നേതാവ് എടുക്കും എന്നാൽ വിജയം വരുമ്പോൾ തൻ്റെ കൂടെയുള്ളവർക്കും കൂടി അത് പങ്കിട്ട് കൊടുക്കുന്നു ഇതെങ്ങനെയായിരിക്കണം ഒരു നേതാവെന്ന് അബ്ദുൽ കലാം നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു ഭാരതരത്ന APJ അബ്ദുൽ കലാം ഓക്കെ അപ്പോൾ ഈ പാഠം നമ്മൾ കഴിഞ്ഞു ഇതിൽ നിന്ന് വലിയൊരു കാര്യം നമ്മൾ പഠിക്കണം നമുക്ക് തോൽവി ഉണ്ടാകും എത്ര വലിയ ഉയർന്ന ആളുകളാണെങ്കിലും ഒരുപാട് തോൽവികൾ ജീവിതത്തിൽ ഒരു ചെറിയ അശ്രദ്ധ മതി നമുക്ക് പരാജയം സംഭവിക്കാൻ എന്ന് അബ്ദുൽ കലാം നമ്മളോട് പറയുന്നു എന്നാൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടവരാകാതെ നമ്മൾ പ്രതീക്ഷയോടെ മുന്നോട്ട് വീണ്ടും പരിശ്രമിക്കണമെന്ന് അദ്ദേഹം പറയുന്നു അതുപോലെ ഒരു നല്ല നേതാവ് എങ്ങനെയാണെന്നും അദ്ദേഹം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഒരു നല്ല നേതാവ് എങ്ങനെയാവണം തീർച്ചയായിട്ടും ഒരു നല്ല നേതാവ് തൻ്റെ തോൽവി സ്വയം ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും എന്നാൽ വിജയമുണ്ടാകുമ്പോൾ തൻ്റെ കൂടെയുള്ളവർ കൂടി അത് പങ്കുവയ്ക്കുകയും ചെയ്യുന്ന ഒരു വലിയ മനസ്സിൻ്റെ ഉടമയായിരിക്കണം ഒരു നേതാവ് അപ്പോൾ എല്ലാവരും അങ്ങനെയുള്ള നേതാവായി തീരുക കേട്ടോ ഇനി ഈ പാഠം മുഴുവൻ ടീച്ചർ വായിച്ചു തരേണ്ട ആവശ്യമില്ല ഇനി അത് വായിക്കാനും കൂടെ പോയാൽ ഒത്തിരി ആവും നിങ്ങൾ വായിക്കുക കേട്ടോ ഇപ്പോൾ ഞാൻ കാണിച്ചല്ലേ പറഞ്ഞത് അത് നോക്കി വായിച്ചാൽ മതി താങ്ക് യു